എഗ് ഫ്രൈഡ് റൈസ്. ഒരു അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ആദ്യം 2 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ട് അതൊന്ന് നന്നായി കഴുകി ഒരു കുറച്ച് സമയം വെള്ളത്തിലേക്ക് പുതിർത്തിടാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. ഒരു കഷ്ണം കാബേജും, ഒരു ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് ബീൻസ്, 4-5 പച്ചമുളക്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. അത് ചൂടായി വരുമ്പോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇതൊക്കെ ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇനി ബിരിയാണി റൈസ് വെന്ത് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചാൽ നമുക്ക് അതിലേക്ക് ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ട് മൂടി എടുത്ത് മാറ്റാം. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്, ആവി വറക്കുന്ന റൈസാണ്. ഇനി ഇതിലേക്ക് വേണ്ടി സോസസ് എടുക്കാം. സോയാ സോസും, ടൊമാറ്റോ സോസും, പിന്നെ റെഡ് ചില്ലി സോസും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി എടുത്തത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. ആദ്യത്തെ ഉണ്ടാക്കുന്നതാണ്. ഇനി റൈസ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തേണ്ട മുട്ട എടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലാക്കി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. വലിയ പീസെല്ലാം ചെറുതാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ റൈസിലിട്ട് കൊടുക്കാം. മുട്ടയിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എഗ് ഫ്രൈഡ് റൈസ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കിയാൽ. എൻ്റെ ഈ എഗ് ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്യണം.
നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഈ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടും. താങ്ക് യു.